ഹായ്. സോ ഞാനിന്ന് കോൺക്ലേവ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. അപ്പോൾ ആക്ച്വലി സിനിമ ഇത് ഫ്രീ ആയിട്ടാണ് കണ്ടത്. ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ ഒരു യൂട്യൂബർ, ഒരു നോനാബ്രൻസ് എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ, പുള്ളി എനിക്ക് ഒരു ടിക്കറ്റ്, ഈ വൗച്ചർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പടത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫ്രീ വൗച്ചർ കൊടുക്കും എന്നുള്ളതായിരുന്നു. പ്യുവറായിട്ടുള്ള സ്പോൺസർഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് മൂവി കമൻറ്റ് ചെയ്തു, അതിനെപ്പറ്റി അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ എടുത്തപ്പോൾ പുള്ളി എന്നെ സെലക്ട് ചെയ്തു. 4 പേർക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടി, എനിക്കും കിട്ടി. അപ്പോൾ 500 രൂപയുടെ വൗച്ചറാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതുവരെ PVRൽ റിക്ലൈനർ സീറ്റ്സ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് റിക്ലൈനർ സീറ്റ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അവിടെ പോയിരുന്നിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും പുറകിൽ പോയിരുന്ന് കാണുന്നത്, നമ്മളിങ്ങനെ കാല് നീട്ടി വെച്ചിരുന്ന് റിക്ലൈനർ സീറ്റ്സ് അറിയാമല്ലോ, അതുപോലെ നല്ല അടിപൊളി സീറ്റിംഗ് ആയിരുന്നു. ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ഇത്രയും പുറകിൽ കാണുന്നു. ഞാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു പോയിന്റിൽ ഇരുന്ന് കാണാറ്. പക്ഷേ ഏറ്റവും പുറകിൽ നിന്ന് കാണുന്ന ഒരു നല്ല എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു. എനിവേ, കമ്മിങ് ടു മൂവി, ഈ സിനിമ നമ്മൾ ഒരു റീലോഡ് മീഡിയ അങ്ങനൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, ആ പുള്ളിയുടെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് അത്രയും വന്നില്ല, പക്ഷേ ഇതൊരു റിയലി ഗുഡ് മൂവി ആണ്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ലൈക്ക് ഇതൊരു ഉറക്കഗുളികയാണ് ഫോർ വൺ തിങ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈവൻ ലക്കി ഭാസ്കർ പോലുള്ള സിനിമകൾ പോലും ചിലർ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആ ഒരു കൈൻഡ് ഓഫ് ജനറേഷൻ ഓഫ് ഫിലിം വ്യൂവേഴ്സ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഒബ്വിയസ്ലി എല്ലാവർക്കും ഉറക്കഗുളിയായിട്ട് തോന്നുന്നു. ഞാൻ ഈ കേൾക്കും പലയിടത്തൊക്കെ ഉറക്കം വന്നായിരുന്നു. പക്ഷേ ഇതൊരു ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി ആണ്. പക്ഷേ എന്താ വെച്ചാൽ, ഇങ്ങനത്തെ സിനിമകളുടെ ഒരു കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതുപോലുള്ള സിനിമകളൊന്നും നല്ലതാണെങ്കിൽ പോലും ഓടില്ല, അങ്ങനൊരു കാലഘട്ടമാണ്. അപ്പം പക്ഷേ ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. എന്താ വെച്ചാൽ, ഭയങ്കര മോഡേൺ ആയിട്ടുള്ളൊരു രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയാണ്. ഇതിൻ്റെ ഒരു മേക്കിംഗ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്പേസ്, റൈറ്റിങ്ങിൻ്റെ ഒരു പേസൊക്കെ ഒരു പഴയ സിനിമകളുടെ ഒരു പേസ് ആണെങ്കിൽ കൂടി ഈ സിനിമ ഒരു അൾട്ടിമേറ്റ് പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഈ ഇതിൻ്റെ ബേസിക് പ്രിമൈസ് എന്ന് വെച്ചാൽ, ഒരു ഇറ്റലിയിൽ അറിയാമല്ലോ, വത്തിക്കാനിൽ പോപ്പുണ്ട്. ഒരു പോപ്പ് മരിച്ചതിന് ശേഷം അടുത്ത ആളെ സെലക്ട് ചെയ്യണം. അടുത്ത ആളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ TV കണ്ടിട്ടുണ്ടാകും. ഇവർ ഒരു വോട്ടെടുത്തതിനകത്ത് നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ പേപ്പർ ഇവർ കത്തിക്കുന്നതിൻ്റെ ഈ പുകയുടെ കളർ വെച്ചിട്ടാണ് ഇവർ ആരാണ് സെലക്റ്റഡ് ആയോ ഇല്ലയോ എന്ന് പുറം ലോകം അറിയുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ കൂടി സത്യം പറഞ്ഞ ഒരു സാധാരണ സ്റ്റോറിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു സാധാരണ മനുഷ്യന്മാർക്ക് ഭയങ്കര അജ്ഞാതമായി തോന്നാവുന്നൊരു സെറ്റിംഗ് ഒന്നും അല്ല ഈ സിനിമയ്ക്കുള്ളത്. കാരണം ഈ ഒരു ഭയങ്കര ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ കൂടി സാധാരണ മനുഷ്യന്മാരുടെ കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാം അതിനകത്ത് ലൈക്ക് കോഡിങ് ദ സെയിം ഇറ്റ് സെൽഫ്. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്കെല്ലാവരും തെറ്റുപറ്റും എന്നൊക്കെ. ഈ സിനിമയിൽ തന്നെ പല കഥാപാത്രങ്ങളും എല്ലാ കഥാപാത്രങ്ങളുടെ യോഗ്യത അളക്കുന്നൊരു പോയിന്റിൽ അവർ പറയുന്നൊരു ഡയലോഗാണ്. കാരണം യോഗ്യനായിട്ടുള്ള ഒരാളല്ലേ പോപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ സിനിമ ഒരു പൊതുവെ മതം എന്ന് വെച്ചാൽ എന്താ നമുക്കറിയില്ല. മതം എന്ന് പറയുന്നത് ഭയങ്കര പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഏറ്റവും അവസാനം മാറി ചിന്തിക്കുന്നത് മതങ്ങളായിരിക്കും. കാരണം മതങ്ങളെല്ലാം എൻഡോഴ്സ് ചെയ്യുന്നത് ട്രഡീഷനെയാണ്, കൺസർവേറ്റീവ് വാല്യൂസാണ് അവർക്കെപ്പോഴും ഉള്ളത്. പക്ഷേ ഈ സിനിമ സംസാരിക്കുന്നത്, ഈ സിനിമയിലൂടെ അവർ മതങ്ങൾ മാറി ചിന്തിക്കണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് മതങ്ങളുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ ഈ പോപ്പ്, അല്ലെങ്കിൽ പോപ്പിൻ്റെ ആ ഒരു സൊസൈറ്റിയിലുള്ള അച്ഛന്മാരും ലൈക്ക് സിസ്റ്റേഴ്സും എല്ലാവരും. അപ്പോൾ അവർ ഇതിനകത്ത് സംസാരിക്കുന്ന ഒരു മോഡേൺ പൊളിറ്റിക്സാണ്. ഇപ്പോൾ എന്താ പറയുക, കാരണം ഇതിനകത്തൊരു വാട്ട് ഈസ് മോർ ഗുഡ് ഈസ് റിയലി ഗുഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ലൂസിഫർ സിനിമയിൽ പറയുമല്ലോ, ഇറ്റ്സ് നോട്ട് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്, ഇറ്റ്സ് ബിറ്റ്വീൻ ഈവിൽ ആൻഡ് മോർ ഈവിൽ എന്ന് പറയില്ല. പക്ഷേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഗുഡ് ആൻഡ് ഈവൻ ഗുഡ്, അങ്ങനെ അത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ്. ഹൂ സ്പീക്സ് മോർ ഗുഡ് ഈസ് റിയലി ഗുഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇതിനകത്ത് ഒരു പോയിന്റിൽ അത് പറഞ്ഞാൽ സ്പോയിലർ ആവും. പക്ഷേ ഇനി ഞാൻ പറയാം, മൈനർ സ്പോയിലർ.
അപ്പോൾ അതായത് ഒരു അച്ഛനെ തിരഞ്ഞെടുക്കുന്ന ഒരു പോയിന്റ് സിനിമ ഒരു അവതരിപ്പിച്ച രീതിയിലൊക്കെ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടോ. എന്ന് വെച്ചാൽ ഇവർ അച്ഛനെ ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസരത്തിൽ ഒരാൾ കൊണ്ടുപോയി ഇങ്ങനെ എന്താ പറയുക, ഒരു ബാലറ്റിൽ ഒരാളുടെ പേര് ഇടുന്ന ഇത് പലതവണ ഇതിനകത്ത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യം. കാരണം ഈ പ്രോസസ്സ് പലതവണ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഒരു തവണ ഇങ്ങനെ ഇടുമ്പോഴാണ് പെട്ടെന്നൊരു പൊട്ടിത്തെറി സംഭവിക്കും. ഇവരിയ്ക്കുന്ന ചർച്ചിൻ്റെ സൈഡിൽ ഒരു ജനാലിന് ഭയങ്കര പൊട്ടിത്തെറി സംഭവിച്ച് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗമൊക്കെ ഇടിഞ്ഞ് വീഴും. പക്ഷെ ആർക്കും അങ്ങനെ വലിയ അപകടമൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു പോയിൻ്റ് സിനിമ ഇത്രയും ഭയങ്കര ഒരു മോണോട്ടോണസ് ആയിട്ട് പോകുന്ന സിനിമയിൽ ഭയങ്കര ഒരു നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ഞെട്ടിത്തരിക്കുന്ന ഒരു സീനാണ്. കാരണം ഈ സിനിമ ഭയങ്കര പതിഞ്ഞ നാളത്തിൽ പോകുന്നൊരു സിനിമയാണ് 90% ഓഫ് ദി ടൈം എക്സെപ്റ്റ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ സീൻ. അപ്പോൾ എന്താ പറയുക, ആ ഒരു പോയിന്റിൽ ഇപ്പോൾ നമ്മൾ ഇയാൾ കാണുന്നത് സ്വപ്നമാണോ എന്നൊക്കെ എനിക്ക് വിചാരിച്ചു പോയി. പക്ഷെ അത് ശരിക്കും ഒരു റിയൽ ഒരു എക്സ്പ്ലോഷനായിരുന്നു. പക്ഷേ എന്താ സംഭവം വെച്ചാൽ അവിടെ ആ നഗരത്തിൽ, ഐ മീൻ ഇറ്റലിയിൽ വെനീസിൽ എവിടെയോ ഒരു തീവ്രവാദം പ്രവർത്തനം നടന്നതിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു പൊട്ടിത്തെറിയാണ് ഇവരുടെ പള്ളിയുടെ മുകളിലുണ്ടായത്. അപ്പോൾ ഇവരതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരു പോപ്പിൻ്റെ കണ്ടസ്റ്റൻസിൽ വളരെ എന്താ പറയുക, ഒരു ക്ലോസ് കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ഒരു കർദിനാളിനാണ് നമ്മൾ വളരെ എന്ന് പറയുന്നത്. അതിനകത്ത് പറഞ്ഞ കർദിനാൾ. അപ്പോൾ കർദിനാൾ എന്തോ ടെസ്കോയോ എന്തോ ഒരു പേര്. അപ്പോൾ ആ പുള്ളി എണീറ്റ് എന്നിട്ട് പറയും, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളിവർ സഹിക്കുവാണ്, നമ്മൾ കുറേ കാലം നമ്മളിങ്ങനെ വീക്ക്, അതായത് ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ്, അപ്പോൾ ഇവരെ നമ്മളിങ്ങനെ സഹിക്കുവാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പള്ളിമുറ്റത്ത് വരെ എത്തി അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കും. അതായത് നമ്മളിങ്ങനെ വീക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവരെ നമ്മുടെ തലയ്ക്ക് നിരക്കുന്നത്, നമ്മളിവരെ ഫൈറ്റ് ചെയ്യണം, നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ, നമുക്കിങ്ങനെയുള്ളവരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ് നമുക്ക് ആവശ്യം, ഇനി നമുക്കിങ്ങനെ തൊഴുത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഭയങ്കര ശക്തമായ രീതിയിൽ പുള്ളി ഇങ്ങനെ തുറന്നടിക്കും. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഈ കോൺക്ലേവിനകത്തുള്ള അച്ഛന്മാരിൽ ഒരു കർദിനാൾ ഒരാൾ എണീറ്റുന്നുണ്ട്. ഇയാളൊരു സ്ട്രോങ് കണ്ടൻറ്ററൊന്നുമല്ല ഈ പള്ളി ഈ പോപ്പാവാനുള്ള കോൺക്ലേവിലുള്ള നിരവധി കർദിനാൾസ് ഒരാളാണ്. പക്ഷെ പുള്ളി ഒരു സ്ട്രോങ് കണ്ടൻറ്റർ അല്ല. പക്ഷെ പുള്ളി അറ്റ് ദ സെയിം ടൈം പുള്ളി കോൺക്ലേവിനകത്തുള്ള ഒരാളാണ്. കോൺക്ലേവിനകത്തുള്ള ഒരാൾക്ക് കർദിനാൾസിന് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ പുള്ളി എണീറ്റ് നിന്നിട്ട് പുള്ളിയുടെ ഒരു വ്യൂ ഇതിനെപ്പറ്റി പുള്ളി പറയും. അപ്പോൾ ഈ ഒരു വ്യൂ ആ ഒരു കോൺക്ലേവിലുള്ള ആൾക്കാരിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതിൽ എല്ലാവരും തന്നെ വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും. പുള്ളി ഒരു ആൻറ്റി വാർ ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷനാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് എല്ലാവരിലും അക്സെപ്റ്റഡ് ആവും. അപ്പോൾ അക്സെപ്റ്റഡ് ആയി ഇതിന് ശേഷം നടക്കുന്ന കോൺക്ലേവിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഈ അച്ഛൻ ജയിക്കും, ഈ കർദിനാൾ ജയിക്കും. അപ്പോൾ ജയിക്കും പുള്ളി ആ ഒരു പോപ്പിൻ്റെ പൊസിഷൻ പുള്ളി അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ ആ ഒരു പോയിന്റ് വരെ ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ റാൾഫ് ഫൈനസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിട്ടീഷ് ആക്ടറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പുള്ളിക്ക് പുള്ളിയുടെ ചർച്ചിലുള്ള വിശ്വാസം, പുള്ളിയുടെ ഫെയ്ത്തിലുള്ള വിശ്വാസമൊക്കെ പുള്ളി ഇങ്ങനെ മങ്ങി വരുവാണ്. അപ്പോൾ പുള്ളിക്ക് അതുകൊണ്ട് പുള്ളിയും ഒരു കണ്ടൻറ്ററാണ്. പക്ഷേ പുള്ളിന് ഒരുപാട് പേര് പുള്ളി ഒരു പോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി പോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പോൾ അറ്റ് ദിസ് പോയിൻ്റ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരാൾ. അപ്പോൾ ഞാൻ ആ ഒരു പോയിന്റിൽ എക്സ്പെക്ട് ചെയ്തിരുന്നത് റാൾഫ് ഫൈനസ് ആവും പോപ്പ് എന്നാണ്. ഇപ്പോൾ റാൾഫ് ഫൈനസ് പറയും എനിക്ക് പോപ്പാവാൻ താല്പര്യമില്ല അത് പലതവണ പറയും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് അവസാനം ഈ പുള്ളി തന്നെയാവും പോപ്പ് അതായിരിക്കും ഇതിന് ക്ലൈമാക്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പക്ഷേ അവസാനം ഇയാൾ പോപ്പായപ്പോൾ എന്താ പറയുക, എന്നിട്ട് അതിന് ശേഷം ഒരു സീനിൽ വേറൊരു കർദിനാൾ വന്നിട്ട് പറയും ഈ റിസൾട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത റിസൾട്ടല്ല എന്ന് പറയും. അപ്പോൾ അതിനൊരു കാരണമുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയോട് ഒരു കാര്യം പറയും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കാണുന്നത് ഈ റാൾഫ് ഫൈനസിൻ്റെ ക്യാരക്ടർ, അദ്ദേഹം ഈ പോപ്പായിട്ട് ഇലക്ട് ചെയ്ത പോപ്പിനോട് ചെന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് ഈ പുള്ളി നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡ് ജനീവയിൽ ഹോസ്പിറ്റലിൽ നടന്നൊരു ഒരു ഓപ്പറേഷൻ നടന്നില്ല, ഒരു സർജറി നടന്നില്ല, അതിനെപ്പറ്റി ചോദിക്കും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളി പറയുന്നത് എന്തോ ലാപ്രോസ്കി
എന്തോ ഒരു അങ്ങനെ ഒരു സർജറി, അതിൻ്റെ പേര് പറഞ്ഞാൽ സോറി. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള ഒരു സർജറിയാണ്. അതാണ് ഇതിനകത്തെ ട്വിസ്റ്റ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഈ പുള്ളി ആക്ച്വലി ഒരു ട്രാൻസ്ജെൻഡറാണ്. പുള്ളി ട്രാൻസ്ജെൻഡർ ആണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ അതറിയാനാണ് ഇയാളെ പോപ്പാക്കി മാറ്റിയത്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അവിടെയാണ്. അപ്പോൾ അറിയാണ്ട് പോപ്പാക്കി മാറ്റി. അത് ആ ഡിസിഷൻ ഇയാൾ മാറ്റും. അതിനുശേഷം റാൾഫ് ഫൈനസ് തന്നെ പോപ്പാവുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയുടെ ഒരു പൊളിറ്റിക്സ് അത്രയ്ക്ക് മോഡേൺ ആണ്. ഹൈലി പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇവർ റാൾഫ് ഫൈനസ് ഇത് ആ ഡിസിഷനെ പുള്ളി അക്സെപ്റ്റ് ചെയ്യും. കാരണം ഇയാൾ അതിന് പറയുന്ന ഉത്തരം തിരിച്ചു കൊടുക്കുന്ന ഉത്തരം ഭയങ്കര ശരിയായിരുന്നു. കാരണം ഇയാൾ ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് മരിച്ചുപോയ പോപ്പിനെ അറിയായിരുന്നു. അതും കൂടി അറിഞ്ഞിട്ടാണ് ഇയാളെ കോൺക്ലേവിലോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് പോലും. അപ്പോൾ ഈ പുള്ളി അവസാനം ഇത് പറയുന്നത് ഐ ആം വാട്ട് ഗോഡ് മെയ്ഡ് മീ. ഞാൻ എൻ്റെ പുള്ളി അല്ലെങ്കിൽ അത് പുള്ളിയുടെ ആ ഒരു ഐഡൻറ്റിറ്റി പുള്ളി റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിന് ഒരു ആണായിട്ട് ജീവിക്കുക, ഒരു പെണ്ണായിട്ട് ജീവിക്കാം. പക്ഷേ അതൊന്നും മാറ്റാതെ പുള്ളി ഒരു രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഐ ആം വാട്ട് വാസ് ഗോഡ് മെയ്ഡ് മീ എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ മോണലോഗ് പുള്ളി ഈ സിനിമ ലാസ്റ്റ് ഡയലോഗ് പുള്ളി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫാക്ടർ റാൾഫ് ഫൈനസ് അക്സെപ്റ്റ് ചെയ്യും. റാൾഫ് ഫൈനസ് അക്സെപ്റ്റ് ചെയ്ത് ഒരു എന്താ പറയുക, അതിന് അടുത്ത ഷോട്ടിൽ റാൾഫ് ഫൈനസ് ഒരു കോറിഡോറിൽ കൂടെ നടന്നു പോകുമ്പോൾ മറ്റേ ഇവരുടെ വോട്ട് പേപ്പേഴ്സ് എല്ലാം കത്തിച്ചിട്ട് ആകാശത്ത് പുക വരുമ്പോൾ ഈ വത്തിക്കാൻ്റെ ഈ ഇവരുടെ പള്ളിയുടെ പുറകിൽ ഫ്രണ്ടിൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലേ. അപ്പോൾ അവരിത് പോപ്പിനെ സെലക്ട് ആയെന്ന് കാണുമ്പോൾ അവർ ഒരു എന്താ പറയുക പീപ്പിൾ ചിയറിങ് അപ്പ് ആയിട്ടുള്ളൊരു സൗണ്ട് നമ്മൾ കേൾക്കും. അപ്പോൾ അതോടെ സിനിമ ശരിക്കും അവസാനിക്കുകയാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ആണ്. ഭയങ്കര തോട്ട്ഫുൾ, എന്നെ ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. ഞാൻ ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല. ലൈക്ക് റിയലി റിയലി ഗുഡ് ഐ വുഡ് സേ. പിന്നെ എന്താ പറയുക, അതുപോലെ ഈ സിനിമ കുറേ മുന്നോട്ട് പോയിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പോപ്പ് ആവാൻ ഏറ്റവും യോഗ്യത എന്ന് പറയുന്നത് പോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തൊട്ട് തന്നെ റാൾഫ് ഫൈനസ് ആയിരിക്കും പോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹമാണ് അത് മെയിൻ ലീഡ്. അദ്ദേഹം ഈ ഒരു അച്ഛനാണെന്നുള്ളൊരു ആഗ്രഹം തന്നെ അത് ലൈക്ക് പുള്ളി റിട്ടയർ ചെയ്യാനായിട്ട് തന്നെ വിചാരിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് ഈ പുള്ളിയായിരിക്കും. അങ്ങനെ ഒരു ക്ലീഷ ലൈനിൽ പിടിച്ച് സിനിമ പോകുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമ ശരിക്കും നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞതിൻ്റെ ക്ലൈമാക്സ്. ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ പോപ്പ് ആകുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. ലൈക്ക് ട്രൂലി അമേസിങ്. അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്, ശക്തി അതാണ് ഇപ്പോഴത്തിൻ്റെ. അപ്പോൾ അങ്ങനെ പോയി. അതിന് പിന്നെ അതുപോലെ അത് കുറേ എനിക്ക് എന്താ പറയുക ഒരു ഹോണറബിൾ മെൻഷൻസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ എന്താ പറയുക, ഈ റാൾഫ് ഫൈനസിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. കർദിനാൾ സംതിങ്. അദ്ദേഹം പോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, കർദിനാൾ ബെലിനി. അതും ഒരു ഫേമസ് ഹോളിവുഡ് ആക്ടറാണ്. ഇവരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളി എന്താ പറയുക, ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ പുള്ളി ഇങ്ങനെ പറയും, നമ്മൾ പോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത് പോപ്പ് ആവുന്നത് ഒരിക്കലും പോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കാത്ത ആളാണ്. അങ്ങനെയല്ല, മീൻസ് എനിക്ക് പോപ്പ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ലൈക്ക് ഫൈനസിൻ്റെ ക്യാരക്ടർ മറ്റൊരാളോട് ചോദിക്കും. അപ്പോൾ ഈ പുള്ളി ലൈക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഓഫ് കോഴ്സ് ഐ മീൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഏതൊരു കർദിനാളാണുള്ളത്, എല്ലാ കർദിനാൾസും അത് ആഗ്രഹിക്കും. എല്ലാവരുടെയും ഒരു എപ്പിറ്റോമി ഓഫ് മീൻസ് എല്ലാവർക്കും ഒരു റിയൽ അവസാനം എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് പോപ്പാണെന്ന് എല്ലാ അച്ഛന്മാരുടെയും ആഗ്രഹം അതായിരിക്കുന്നത്. അവർക്ക് സ്വപ്നം കാണുന്ന ഏറ്റവും വലിയ പൊസിഷൻ എന്ന് പറയുന്നത് പോപ്പാണ്. സോ അങ്ങനെ ആ ഒരു എന്താ പറയുക ഒരു ഹൈപ്പോത്തറ്റിക്കൽ ബിലീഫ് പുള്ളി അല്ലെങ്കിൽ ആണ് സത്യം. എല്ലാവരും അങ്ങനെ പറയുമെങ്കിൽ കൂടി എല്ലാവരും പോപ്പാണെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അതൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലൈക്ക് എവറി മോഡേൺ മൂവി ഈ വർഷം ഇറങ്ങിയ മിക്ക സിനിമകളിൽ ഇതേപോലെ ഒരു പൊളിച്ചെഴുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമയിലും അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വെരി ഗുഡ്, റിയലി ഗുഡ്. ഒരു ട്രൂ മോഡേൺ സിനിമയാണ്, അല്ലാതെ പഴഞ്ചൻ ചിന്താഗതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമയല്ല. ഇറ്റ്സ് എ റിയലി ബോൾഡ് മൂവി ഔട്ട് സേ. സോ ഇറ്റ്സ് നിങ്ങൾക്ക് ഒരു പതിഞ്ഞ നാളത്തിൽ പോകുന്ന കുറേ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വാച്ചാണ്.
അല്ല ഒരു ഭയങ്കര നമ്മളെ മുൾമുനെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയായിട്ട് നിങ്ങൾ അതിനൊക്കെ അപ്രോച്ച് ചെയ്യില്ല. ഒരു സ്ലോ പേസ്ഡ് മോണോട്ടോണസ് മൂവി, ബട്ട് റാദർ ഗ്രേറ്റ് വൺ. താങ്ക് യു. ഞാൻ ഹോണറബിൾ മെൻഷൻസ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാം. അതുപോലെ ഞാൻ പറയാൻ പറ്റൊരു കാര്യമാണ് അതിനകത്ത്. ആക്ച്വലി എനിക്കിത് ഭയങ്കര എന്തായാലും നമ്മൾ ഇന്ന് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പൊളിറ്റിക്സാണ് വിമൺ ഇൻക്ലൂസിവിറ്റി. അതായത് സ്ത്രീകളെയും കൂടെ നമ്മുടെ എല്ലാ ഒരു സോഷ്യൽ സെറ്റിങ്ങിലും എല്ലാ ഓർഗനൈസേഷൻസിലും ടോപ്പ് പൊസിഷൻസിലും സ്ത്രീകളെയും അതിന് താഴ്ന്ന ജാതിക്കാരെയൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഭയങ്കര പൊളിറ്റിക്സ് പലയിടത്തും നമുക്ക് എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിത് ഈ സിനിമ കണ്ടത്തോടെ ഞെട്ടിപ്പോയി. കാരണം യാതൊരു വിമൺ ഇൻക്ലൂസിവിറ്റി ഇല്ലാത്തൊരു സൊസൈറ്റിയാണ് ഈ പറഞ്ഞ പോപ്പ് അല്ലെ കർദിനാൾസ് ആയിട്ടുള്ള ആൾക്കാരുടെ. അപ്പോൾ ഇതിനകത്ത് ഇവർ ഒരു പോയിന്റിൽ സിനിമ ഇങ്ങനെ എന്താ പറയുക, ഈ ഇവരുടെ ഇടയിൽ സ്ത്രീകൾക്ക് യാതൊരു ഇതുമില്ല. ഇതിനകത്ത് ആണുങ്ങളായിട്ടുള്ള അച്ഛന്മാർ മാത്രമേ ഉള്ളൂ. ഞാൻ ആക്ച്വലി സിനിമ കണ്ടപ്പോൾ ചിന്തിച്ചു കാര്യമാണ്, എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു പോപ്പായിക്കൂടാ. അല്ല നമ്മൾ പക്ഷേ ഈ സിനിമ സെർച്ച് ചെയ്യുന്നത് ഈ സിനിമ ഒരു ട്രാൻസ്ജെൻഡറിനെ പോപ്പാക്കുന്നത്. അപ്പോൾ അതെ നമ്മൾ ചിന്തിച്ചതിനേക്കാളും അപ്പുറത്താണ് ഇതിൻ്റെ റൈറ്റേഴ്സ്. അതിൻ്റെ ഇതൊരു നോവലാണ്. ആ നോവലിന് വേറെ വർഷങ്ങൾ മുന്നേ ചിന്തിച്ചു, സിനിമക്കാർ ചിന്തിച്ചു, നമ്മളിപ്പോഴും ചിന്തിച്ചിട്ടില്ല, നമ്മളിപ്പോഴാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ലൈക്ക് അതുപോലെ ഇതിനകത്ത് ഒരു പോയിന്റിൽ സേവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അല്ല എന്താ പറയുക, ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ പ്രാർത്ഥനയിലൊക്കെ ചൊല്ലിന് ശേഷം അവർ ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തൊട്ടും ഇതുപോലെ പല ആൾക്കാരെ മെൻഷൻ ചെയ്യുമ്പോൾ ഇവർ ഈ പുസ്തകം ഞങ്ങൾക്ക് വേണ്ടി ഈ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റർമാർക്ക് കൂടി നമ്മൾ നന്ദി പറയാം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മദർ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. അവർ പുച്ഛിച്ചിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ അതിന് കട്ട രാഷ്ട്രീയമാണ്. ആ ഒരു പോയിന്റ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു മേജറായിട്ടുള്ള ഒരു സീനിൽ ഒരു എന്താ പറയുക, ഒരു ഈ മദർ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ലേഡി അവരൊരു തുറന്നു പറച്ചിൽ പറയുന്നുണ്ട്. തുറന്നു പറച്ചിൽ ഒരു സത്യാവസ്ഥയാണ് ഒരു കാര്യം പറയുന്നത്. ഒരു വിമൺ ഇഷ്യൂ അല്ല, ഒരു വേറെ ഒരു നമുക്കറിയാവുന്ന ഒരു കാര്യം അവർ തുറന്നു പറയുന്നത്. അപ്പോൾ തുറന്നു പറയുന്നത് തൊട്ട് പിന്നെ ഒരു പ്രിമൈസ് പോലെ അവരിങ്ങനെ പറയും, ഞങ്ങൾ വി ഹാവ് ഓൾവേസ് ബീൻ ഇൻവിസിബിൾ ബട്ട് ഫോർ സം റീസൺ ഗോഡ് ഹാവ് ഗീവൺ എ സൈസ്. എനിക്ക് സിനിമയുടെ ട്രെയിലറിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ അത് ഇവരുടെ ഒരു ലൈക്ക് ഫോർ ഓൾ ദി സിസ്റ്റേഴ്സ് ഇൻ ദ വേൾഡ് അതിന് വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്ന ഒറ്റ ലൈനാണ്. അത് എന്താ പറയുക, അത് ദിസ് പർട്ടിക്കുലർ മൂവീസ് ബ്രിങ്ങിങ് വിത്ത് പൊളിറ്റിക്സ്. അത് ആ ഒരു സിസ്റ്റേഴ്സിൻ്റെയും പൊളിറ്റിക്സും കൂടെ അവർ ഒഴിവാക്കുന്നില്ല. അവർ ശക്തമായിട്ട് തന്നെ അവരുടെ ആ പൊളിറ്റിക്സും സിനിമ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമ ക്ലൈമാക്സ് ആ പൊളിറ്റിക്സിനേക്കാളും വലിയ പൊളിറ്റിക്സ് സംസാരിക്കുന്നത്. കാരണം ഒരു ട്രാൻസ്ജെൻഡറിനെ പോപ്പ് ആക്കുന്നിടത്ത് സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിൻ്റെ കളിയാണ് സിനിമയിൽ. അത് ഹെവി പൊളിച്ചു, ശരിക്കും പൊളിച്ചു.